ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വരാനിരിക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. സോ ആ കറണ്ട് അഫയേഴ്സിൻ്റെ പോർഷൻ ഞാൻ ഡെയിലി കവർ ചെയ്ത് പോകാറുണ്ട്. എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിൽ എക്സ്ക്ലൂസീവായിട്ട് കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. സോ ഡെയിലി വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് പോവാം. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് എൻ്റെ വീഡിയോസിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നോട്ട് ഡൗൺ ചെയ്ത് നോട്ട്സും പ്രിപ്പയർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ബാങ്ക്, റെയിൽവേസ്, SSC, കേരള PSC അങ്ങനെയുള്ള ഏത് എക്സാമിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 3-day ഇൻ്റർനാഷണൽ ലിറ്റററി ഫെസ്റ്റിവൽ ഉന്മേഷ ഹെൽഡ് ഇൻ ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഉന്മേഷ എന്ന പേരിലുള്ള ഒരു 3-day ഇൻ്റർനാഷണൽ ലിറ്റററി ഫെസ്റ്റിവൽ ഹിമാചൽ പ്രദേശിൽ വെച്ച് നടന്നു. 3-day ഇൻ്റർനാഷണൽ ലിറ്റററി ഫെസ്റ്റിവലായ ഉന്മേഷ ഹിമാചൽ പ്രദേശിൽ വെച്ച് നടന്നു. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം, പോസ് ചെയ്തിട്ട് വായിക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. China's Xi Jinping to host 14th BRICS Summit in Beijing on June 23. അപ്പോൾ ജൂൺ 23-ൽ ചൈനയുടെ സി ജിൻപിങ് 14ാമത്തെ ബ്രിക്സ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ മാസം 23-ാം തീയതി. അപ്പോൾ ഇത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സി ജിൻപിങ് പ്രസിഡൻ്റ് ഓഫ് ചൈനയാണ്. ചൈനീസ് പ്രസിഡൻ്റായ സി ജിൻപിങ് ആണ് 14ാമത്തെ ബ്രിക്സ് സമ്മിറ്റ്. അപ്പോൾ എത്രാമത്തെ എഡിഷൻ ഓഫ് ബ്രിക്സ് സമ്മിറ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14ാമത്തെ എഡിഷൻ ഓഫ് ബ്രിക്സ് സമ്മിറ്റ് ആണ്. ബീജിങ്ങിൽ വെച്ചാണ് അത് നടക്കാൻ പോകുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. SAI സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ല, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഗിവ്സ് ഗോ അഹെഡ് ടു റിലീസ് ₹6.52 crore ആസ് ഔട്ട് ഓഫ് പോക്കറ്റ് അലവൻസ് ടു 2189 ഖേലോ ഇന്ത്യ അത്ലീറ്റ്സ്. അപ്പോൾ 2189 ഖേലോ ഇന്ത്യ അത്ലീറ്റ്സിന് 6.52 കോടി രൂപ ഔട്ട് ഓഫ് പോക്കറ്റ് അലവൻസ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. സോ അതിൻ്റെ എമൗണ്ട് ഓർത്ത് വയ്ക്കുക, 6.52 crore ആണ്. ഇതതിൻ്റെ റിലേറ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ന്യൂസാണ്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് പ്രണതി നായക് വിൻസ് ബ്രോൺസ് ഇൻ ഏഷ്യ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ ഏഷ്യൻ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രണതി നായക് ബ്രോൺസ് മെഡൽ നേടി. അപ്പോൾ പ്രണതി നായക് ബ്രോൺസ് മെഡലാണ് നേടിയിരിക്കുന്നത് ഏഷ്യൻ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്സിൽ. നെക്സ്റ്റ് ന്യൂസ്, ഒളിമ്പിക് ചാമ്പ്യൻ നീരജ് ചോപ്ര വിൻസ് ഗോൾഡ് അറ്റ് ക്വാർത്താനെ ഗെയിംസ് ഇൻ ഫിൻലാൻഡ്. ക്വാർത്താനെ ഗെയിംസ് ഇൻ ഫിൻലാൻഡിൽ വെച്ച് നടന്ന ക്വാർത്താനെ ഗെയിംസിൽ ഒളിമ്പിക് ചാമ്പ്യനായ നീരജ് ചോപ്ര ഗോൾഡ് നേടിയിരിക്കുകയാണ്. അപ്പോൾ ജാവലിൻ ത്രോവറാണ് നീരജ് ചോപ്ര. അപ്പോൾ സ്പോർട്സ് ഏതാണ് നീരജ് ചോപ്ര ഏത് സ്പോർട്സ് ആയിട്ടാണ് റിലേറ്റ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാവലിൻ ത്രോവറാണ്. നെക്സ്റ്റ് ന്യൂസ്, നീരജ് ചോപ്ര ടു ലീഡ് 37 മെമ്പർ അത്ലീറ്റ്സ് ടീം ഫോർ CWG 2022. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് 2022 ലീഡ് ചെയ്യാൻ പോകുന്നത് 37 മെമ്പർ അത്ലറ്റിക്സ് ടീം, അതായത് 37 മെമ്പർ അത്ലറ്റിക്സ് ടീമിനെ ലീഡ് ചെയ്യാൻ പോകുന്നത് നീരജ് ചോപ്രയായിരിക്കും. സോ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നെയിംഡ് 37 മെമ്പർ ഇന്ത്യൻ athletics team to be led by Olympic champion javelin thrower Neeraj Chopra for the upcoming Commonwealth Games in Birmingham from July 28 to August 8. സോ നീരജ് ചോപ്രയാണ് 37 മെമ്പർ അത്ലറ്റിക്സ് ടീമിനെ ലീഡ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ന്യൂസ്, റോറോ സർവീസസ് ഷിപ്പിംഗ് മിനിസ്ട്രി പ്രപ്പോസസ് ഗൈഡ് ലൈൻസ് ഫോർ 1900 crore കോസ്റ്റൽ ഫെറി പ്രൊജക്ട്സ്.
അപ്പോൾ റോറോ സർവീസസ് ഷിപ്പിംഗ് മിനിസ്ട്രി പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. 1900 crore കോസ്റ്റൽ ഫെറി പ്രൊജക്ട്സ് ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള ഗൈഡ് ലൈൻസ് ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ഇതതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. ദ സെൻറ്റർ ഹാസ് ഫ്ലോട്ടഡ് ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസ് ഫോർ ഓപ്പറേറ്റിംഗ് റോൾ ഓൺ റോൾ ഓഫ് റോറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ ഓൺ റോൾ ഓഫ് ആണ് ഫെറി സർവീസസ് ഓഫ് ഇന്ത്യൻ കോസ്റ്റ് ലൈൻ. അപ്പോൾ ഇന്ത്യാസ് കോസ്റ്റ് ലൈനിൽ റോൾ ഓൺ റോൾ ഓഫ് ഫെറി സർവീസസ് ഓപ്പറേറ്റ് ചെയ്യാനാണ് സെൻറ്റർ തീരുമാനിച്ചിരിക്കുന്നത്, ഷിപ്പിംഗ് മിനിസ്ട്രി. നെക്സ്റ്റ് ന്യൂസ്, 94% ഓഫ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് വേൾഡ് വൈഡ് ലാക്ക് കോംപ്രഹെൻസീവ് സോഷ്യൽ സെക്യൂരിറ്റി. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 94% ഡൊമസ്റ്റിക് വർക്കേഴ്സും ലോകത്തിലെ 94% ഡൊമസ്റ്റിക് വർക്കേഴ്സും കോംപ്രഹെൻസീവ് സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി ലാക്ക് ചെയ്യുന്നു, അതായത് അതിലൊരു പാളിച്ച വരുത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Only 6% domestic workers worldwide have access to comprehensive social protection. അപ്പോൾ കോംപ്രഹെൻസീവ് സോഷ്യൽ പ്രൊട്ടക്ഷന് 6% ഡൊമസ്റ്റിക് വർക്കേഴ്സ്, ലോകത്തിലെ 6% ഡൊമസ്റ്റിക് വർക്കേഴ്സിന് മാത്രമേ കോംപ്രഹെൻസീവ് സോഷ്യൽ പ്രൊട്ടക്ഷൻ വിത്ത് കോംപ്രഹെൻസീവ് സോഷ്യൽ പ്രൊട്ടക്ഷൻ ആക്സസ് ഉള്ളൂ, അതിനുള്ള ആക്സസ് ഉള്ളൂ. അതിൽ വുമൺ കോൺട്രിബ്യൂഷൻ 76.2% ആണ് ടോട്ടൽ വർക്ക് ഫോഴ്സിൽ. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് സയൻസ് ആൻഡ് ടെക് ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ചസ് ജിയോ സ്പേഷ്യൽ സെൽഫ് സർട്ടിഫിക്കേഷൻ പോർട്ടൽ. അപ്പോൾ ഇന്ത്യയുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് ജിയോ സ്പേഷ്യൽ സെൽഫ് സർട്ടിഫിക്കേഷൻ പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സൊമാറ്റോ ആൻഡ് ജിയോ BP ടൈ അപ്പ് ഫോർ ഇലക്ട്രോണിക് വെഹിക്കിൾ. അപ്പോൾ ഇലക്ട്രോണിക് വെഹിക്കിളിന് വേണ്ടിയിട്ട് സൊമാറ്റോയും ജിയോ BPയും ടൈ അപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സൊമാറ്റോ ആൻഡ് ജിയോ BP ഹാവ് എൻറ്റേർഡ് ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് ടു സപ്പോർട്ട് സൊമാറ്റോസ് കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ക്ലൈമറ്റ് ഗ്രൂപ്പ്സ് EV 100 ഇനീഷ്യേറ്റീവ് ഓഫ് 100% EV ഫ്ലീറ്റ് ബൈ 2030. അപ്പോൾ 100% ഇലക്ട്രിക് വെഹിക്കിൾ ഫ്ലീറ്റ്, അതായത് ഇലക്ട്രിക് വെഹിക്കിൾ ആക്കുമെന്നുള്ള ആ ഫ്ലീറ്റിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സൊമാറ്റോയും ജിയോ BPയും ടൈ അപ്പ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻഡ് ബൈ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യാസ് ഫസ്റ്റ് ഗ്രാഫീൻ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സെൻറ്റർ. അപ്പോൾ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിരിക്കുകയാണ് ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യാസ് ഫസ്റ്റ് ഗ്രാഫൈൻ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സെൻറ്റർ. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്നേഴ്സ് ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് ഗ്രാഫൈൻ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സെൻറ്റർ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെ തമ്മിലാണെന്ന് നമുക്ക് നോക്കാം. MOU വാസ് സൈൻഡ് ബിറ്റ്വീൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ദ സെൻറ്റർ ഫോർ മെറ്റീരിയൽസ് ആൻഡ് ഇലക്ട്രോണിക് ടെക്നോളജി ആൻഡ് ടാറ്റ സ്റ്റീൽ ടു സെറ്റപ്പ്. അപ്പോൾ ടാറ്റ സ്റ്റീലും അതേപോലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ദ സെൻറ്റർ ഫോർ മെറ്റീരിയൽസ് ആൻഡ് ഇലക്ട്രോണിക് ടെക്നോളജിയാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ സെൻറ്റർ ഫോർ ഗ്രാഫൈൻ ഇൻ കൊച്ചി. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇന്നൊവേഷൻ സെൻറ്റർ ഫോർ ഗ്രാഫൈൻ ഇൻ കൊച്ചി, കൊച്ചിയിൽ അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗൂഗിൾ അനൗൺസസ് സ്റ്റാർട്ടപ്പ് ആക്സിലറേറ്റർ പ്രോഗ്രാം ഫോർ വുമൺ ഫൗണ്ടേഴ്സ്. അപ്പോൾ ഗൂഗിൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് സ്റ്റാർട്ടപ്പ് ആക്സിലറേറ്റർ പ്രോഗ്രാം, വുമൺ ഫൗണ്ടേഴ്സിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് ആക്സിലറേറ്റർ പ്രോഗ്രാം അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഗൂഗിൾ. അപ്പോൾ ഗൂഗിൾ അനൗൺസസ് സ്റ്റാർട്ടപ്പ് ആക്സിലറേറ്റർ പ്രോഗ്രാം ഫോർ വുമൺ ഫൗണ്ടേഴ്സിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് ആക്സിലറേറ്റർ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഗൂഗിൾ. നെക്സ്റ്റ് ന്യൂസ്, ക്യൂൻ എലിസബത്ത് II ഈസ് ദ സെക്കൻഡ് ലോങ്ങസ്റ്റ് റെയിനിങ് മൊണാർക്കി ഇൻ ഹിസ്റ്ററി. അപ്പോൾ ക്യൂൻ എലിസബത്ത് II ആണ് സെക്കൻഡ് ലോങ്ങസ്റ്റ് റെയിനിങ് മൊണാർക്ക് ഇൻ ഹിസ്റ്ററി. ക്യൂൻ എലിസബത്ത് II ആയിരിക്കുകയാണ്. ദ ഹെഡ് ഓഫ് ദ ബ്രിട്ടീഷ് റോയൽ ഫാമിലി, ക്യൂൻ എലിസബത്ത് II became the second longest reigning monarch in the world history. Taking the throne on February 6, 1952, the Queen has ruled the realm for 70 years and 127 days. അപ്പോൾ ഇത്രയും ഇയേഴ്സ് ആയിരിക്കുകയാണ്, 70 വർഷവും 127 ദിവസവും ആയിരിക്കുകയാണ് ക്യൂൻ എലിസബത്ത് II ചാർജ് ഏറ്റെടുത്തിട്ട്. ഷീ ജസ്റ്റ് സർപാസ്ഡ് ദ ലെങ്തി റെയിൻ ഓഫ് ഫോർമർ തായ് കിങ് ഭൂമിബോൾ
Adulyadej, who ruled from 1946 until his death in 2016. അപ്പോൾ ഈ കിങ് ഭൂമിബോൾ അതുല്യദേജിൻ്റെ റെക്കോർഡാണ് തകർത്തിരിക്കുന്നത്. തകർക്കുക എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് ഓവർകം, അതായത് മറികടന്നിരിക്കുന്നത്. 1946 തൊട്ടിട്ട് 2016 വരെയാണ് അതുല്യദേജ് റൂൾ ചെയ്തത്. സോ ഫ്രഞ്ച് കിങ് ലൂയിസ് 14 remains the top, having served as monarch for more than 72 years. അപ്പോൾ 72 വർഷത്തിലധികം റൂൾ ചെയ്ത് മൊണാർക്കായിട്ട് സ്ഥാനമേറ്റെടുത്ത ഫ്രഞ്ച് കിങ് ലൂയിസ് 14 ആണ് ഇപ്പോൾ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ് പ്രാക്ടീസ് ഏരിയൽ ഇൻസേർഷൻ ആൻഡ് ലാൻഡിംഗ് ഓൺ വാട്ടർ ഫോർ റാപ്പിഡ് ഡിപ്ലോയ്മെൻറ്റ് ഇൻ ടു ഹോസ്റ്റൈൽ ടെറിട്ടറി. അപ്പോൾ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും പ്രാക്ടീസ് ചെയ്തിരിക്കുകയാണ് ഏരിയൽ ഇൻസേർഷൻ ആൻഡ് ലാൻഡിംഗ് ഓൺ വാട്ടർ ഫോർ റാപ്പിഡ് ഡിപ്ലോയ്മെൻറ്റ് ഇൻ ടു ഹോസ്റ്റൈൽ ടെറിട്ടറി. അപ്പോൾ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സുമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമുക്ക് ന്യൂസ് ഒന്ന് വായിച്ചു നോക്കാം. Special Forces of Indian Army and Indian Air Force carried out a 2-day joint exercise at Gobind Sagar Reservoir in Himachal Pradesh to validate the aerial insertion and deployment of operatives through water parachute jumps. അപ്പോൾ സ്പെഷ്യൽ ഫോഴ്സസ് ഓഫ് ഇന്ത്യൻ ആർമി അതേപോലെ ഇന്ത്യൻ എയർഫോഴ്സും ഒരു 2-day ജോയിൻറ്റ് എക്സസൈസാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഗോബിന്ദ് സാഗർ റിസർവോയറിൽ, ഇൻ ഹിമാചൽ പ്രദേശിലത്തെ ഗോബിന്ദ് സാഗർ റിസർവോയറിൽ, ടു വാലിഡേറ്റ് ദ ഏരിയൽ ഇൻസർഷൻ and deployment of operatives through water parachute jumps. So Indian Army, Indian Air Force ആണിത് ക്യാരി ഔട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യൻ ബാങ്ക് അൺവെയിൽസ് KCC ഡിജിറ്റൽ റിന്യൂവൽ സ്കീം. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഡിജിറ്റൽ റിന്യൂവൽ സ്കീം അൺവെയിൽ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ബാങ്ക്. അപ്പോൾ ഏത് ബാങ്കാണ് KCC ഡിജിറ്റൽ റിന്യൂവൽ സ്കീം അൺവെയിൽ ചെയ്തത്? ഇന്ത്യൻ ബാങ്കാണ്. സോ നമുക്ക് ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI റേസസ് ലിമിറ്റ് ഓഫ് മാൻഡേറ്റ്സ് ഫോർ ട്രാൻസാക്ഷൻസ് അപ് ടു 15,000 rupees. അപ്പോൾ RBI റേസ് ചെയ്തിരിക്കുകയാണ് ലിമിറ്റ് ഓഫ് മാൻഡേറ്റ്സ് ഫോർ ട്രാൻസാക്ഷൻസ് അപ് ടു ₹15,000. അപ്പോൾ 15,000 രൂപ വരെയുള്ള ട്രാൻസാക്ഷന് RBI മാൻഡേറ്റ്സിൻ്റെ ലിമിറ്റ് റേസ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. RBI റേസ്ഡ് ദ അഡീഷണൽ ഫാക്ടർ ഓഫ് ഓതൻറ്റിക്കേഷൻ limit from 5,000 to 15,000 per transaction for e-mandates on cards, prepaid payment instruments and UPI on recurring transactions. It implies additional authentication will not be needed for payment of 15,000 per transaction. അപ്പോൾ ഓതൻറ്റിക്കേഷൻ വേണ്ടി വരില്ല, 15,000 രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ ഓതൻറ്റിക്കേഷൻ ആവശ്യം വരില്ല എന്നാണ് ഈ ഒരു RBI ലിമിറ്റ് റേസ് ചെയ്തതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെറ്റ് ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ ഫോർ ഫിനാൻഷ്യൽ ഇയർ 23 ജംപ്സ് 45%. അപ്പോൾ 45% വർദ്ധിച്ചിരിക്കുകയാണ് നെറ്റ് ഡയറക്റ്റ് ടാക്സ് കളക്ഷൻസ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 23. സോ ഇത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 47th മീറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ ടു ബി ഹെൽഡ് ഇൻ ചണ്ഡീഗർ ഇൻസ്റ്റെഡ് ഓഫ് ശ്രീനഗർ. അപ്പോൾ 47th മീറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST കൗൺസിലിൻ്റെ 47th മീറ്റിംഗ് ചണ്ഡീഗറിൽ വെച്ച് നടക്കും. ശ്രീനഗറിലാണ് പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷേ അത് ചണ്ഡീഗറിൽ വെച്ചിട്ട് നടക്കും, മാറ്റിയിരിക്കുകയാണ് ലൊക്കേഷൻ. The 47th meeting of GST Council will be held on 28th and 29th June 2022 at Chandigarh instead of Srinagar due to likely security issues. Security issues കാരണം കൊണ്ടാണ് അത് 28th to 29th June ഫ്രം ചണ്ഡീഗർ ശ്രീനഗറിൽ നിന്നും ചണ്ഡീഗറിലേക്ക് മാറ്റിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് ന്യൂസ്, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ ഇനോഗ്രേറ്റ്സ് നാഷണൽ യോഗ ഒളിമ്പിയാഡ് 2022. അപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായ ധർമ്മേന്ദ്ര പ്രധാൻ നാഷണൽ യോഗ ഒളിമ്പിയാഡ് 2022 ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ ഇനോഗ്രേറ്റഡ് നാഷണൽ യോഗ ഒളിമ്പിയാഡ് 2022 ആൻഡ് ക്വിസ് കോമ്പറ്റീഷൻ ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ വെച്ചാണിത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, പ്രൈം മിനിസ്റ്റർ ലോഞ്ചസ് ഹിസ്റ്റോറിക് ടോർച്ച് റിലേ ഫോർ 44th ചെസ് ഒളിമ്പിയാഡ് അറ്റ് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ഇൻ ന്യൂഡൽഹി. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഹിസ്റ്റോറിക് ടോർച്ച് റിലേ
ഫോർ 44th ചെസ് ഒളിമ്പിയാഡിനുള്ള ടോർച്ച് റിലേ ആണ് പ്രൈം മിനിസ്റ്റർ മോദി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം, ന്യൂഡൽഹിയിലത്തെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ചാണിത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഈ ന്യൂസിനെ റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച്ഡ് ദ ഹിസ്റ്റോറിക് ടോർച്ച് റിലേ ഫോർ ദ 44th ചെസ് ഒളിമ്പിയാഡ് അറ്റ് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ഇൻ ന്യൂഡൽഹി. The Prime Minister will also address a gathering on the occasion. India is the first country to have the Chess Olympiad torch relay. FIDE President Arkady Djokovic handed over the torch to Prime Minister Modi, who in turn handed it over to Vishwanathan Anand. സോ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചിരിക്കാം. ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹിസ്റ്റോറിക് ടോർച്ച് റിലേ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടോർച്ച് റിലേ ടോർച്ച് കിട്ടിയത് അർക്കാഡി ദ്വോർക്കോവിച്ചിൻ്റെ അടുത്തു നിന്നാണ്. എന്നിട്ടത് വിശ്വനാഥൻ ആനന്ദിന് ഹാൻഡ് ഓവർ ചെയ്തു. സോ ഒളിമ്പിയാഡ് ഈസ് ബീങ് ഹോസ്റ്റഡ് ഇൻ ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ഇൻ ഏഷ്യ ആഫ്റ്റർ 30 years. സോ നെക്സ്റ്റ് ന്യൂസ്, ഇത് വേൾഡ് സിക്കിൾ സെൽ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ജൂൺ 19th ആണ്. അപ്പോൾ എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. വേൾഡ് സിക്കിൾ സെൽ ഡേ ഈസ് മാർക്ക്ഡ് എവറി ഇയർ ഓൺ 19th June വിത്ത് ആൻ എയിം ടു റേസ് അവയർനെസ് അബൌട്ട് എ സിക്കിൾ സെൽ ഡിസീസ്. അപ്പോൾ ഒരു ഡിസീസാണ് സിക്കിൾ സെൽ ഡിസീസ്. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫും കൂടി വായിക്കാം. ഇൻഡിവിജ്വൽസ് ഹു ലിവ് വിത്ത് ദ ഡിസീസ് ഹാവ് എ ഹീമോഗ്ലോബിൻ എസ്, an atypical hemoglobin molecule which distorts red blood cells into a sickle or a crescent shape. The disease is usually transmitted from parents to children. അപ്പോൾ ഇത് പാരൻസിൽ നിന്നും ചിൽഡ്രനിലേക്കാണ് ഈ ഒരു ഡിസീസ് പകരുക. സോ വേൾഡ് സിക്കിൾ സെൽ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ജൂൺ 19th ആണ്. സിക്കിൾ സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസീസാണ്. അപ്പോൾ ആ ഒരു ഡേ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ജൂൺ 19th ആണ്, വേൾഡ് സിക്കിൾ സെൽ ഡേ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.